ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് TCLൻ്റെ ബ്രാൻഡായിട്ടുള്ള ഇഫാൽക്ക് എന്ന് പറഞ്ഞ ടി വി ആയിട്ടാണ്. ഇത് 43 ഇഞ്ചിൻ്റെ 4K LED ടി വിയാണ്. ഇതിന് കംപ്ലൈൻറ്റ് ബാക്ക് ലൈറ്റ് പോയതാണ്. അപ്പോൾ ബാക്ക് ലൈറ്റ് റീപ്ലേസ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ TCL ബ്രാൻഡിനെ കുറിച്ച് എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ ബാക്ക് ലൈറ്റ് പോയത് എങ്ങനെ മനസ്സിലാക്കുന്നത് വെച്ചാൽ ജസ്റ്റ് ഒരു ഫ്ലാഷ് ലൈറ്റോ അല്ലെങ്കിൽ മൊബൈലിലോ ഫ്ലാഷോ ഉപയോഗിച്ച് ഇത്തരത്തിൽ സ്ക്രീനിൻ്റെ സെൻറ്ററിലോട്ടോ അല്ലെങ്കിൽ ഓൺ ആയതിനു ശേഷം അതിൻ്റെ സ്ക്രീനിലോട്ടോ ഇതുപോലെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള പിക്ചറുകൾ വളരെ നേരിയ ഒരു വെളിച്ചത്തിൽ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രൈമറി അത് കംപ്ലൈൻറ്റ് LED ബാക്ക് ലൈറ്റ് ആണോ എന്നുള്ളത് നമ്മൾ കൺഫേം ആക്കുക. ചില ടി വികളിൽ LED ലൈറ്റ് പോകാതെ തന്നെ ഇത്തരത്തിൽ കംപ്ലൈൻറ്റ് കാണിക്കാം. കാരണം ബോർഡിൽ നിന്നുള്ള സപ്ലൈ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ മറ്റ് കമ്പോണൻസുകളൊക്കെ കംപ്ലൈൻറ്റ് ആകുമ്പോഴും ഇത്തരത്തിൽ കാണിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ടി വി ഏകദേശം ഒരു 3 ഇയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വാങ്ങിച്ചിട്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഇത്തരത്തിൽ ബാക്ക് ലൈറ്റിൻ്റെ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം അതിൻ്റെ ബാക്ക് കവർ അഴിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ആ ബോട്ടം സൈഡിൽ വരുന്ന ആ സ്പീക്കറിൻ്റെ ആ ഒരു പോർഷൻ കൂടെ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട്. ചില ടി വികളിൽ LED ലൈറ്റ് മാത്രമല്ല ബോർഡും കംപ്ലൈൻറ്റ് വരാം, രണ്ടും ഒരുമിച്ച് വരാറുണ്ട്. പക്ഷേ ഒട്ടുമിക്ക ഒരു 90% ഇത്തരത്തിൽ കംപ്ലൈൻറ്റ് വരുന്നതും ബാക്ക് ലൈറ്റ് പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ LED ആ ഒരു കണക്ടർ LED ചെക്കർ ഉപയോഗിച്ചൊന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണ്. LED വർക്കിംഗ് ആണോ അല്ലെങ്കിൽ LEDയിൽ വോൾട്ടേജ് റീഡിങ് കാണിക്കുന്നുകൊണ്ടാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിനും കാണിക്കുന്നതാണ്, അതുകൊണ്ടാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയാത്തത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് കണ്ടു, ഒരുപാട് മോഡൽസിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളത് ചെക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതിനകത്ത് വോൾട്ടേജ് ഒന്നും റീഡിങ്സ് ഒന്നും കാണിക്കുന്നില്ല. അതൊരു 300 മാത്രമാണ്, ഔട്ട്പുട്ടൊന്നും എടുക്കുന്നില്ല. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം കൺഫേം ആണ് LED ബാക്ക് ലൈറ്റ് തന്നെയാണ് പോയിട്ടുള്ളതെന്ന്. പിന്നെ എന്തായാലും നമുക്ക് ടി വി അഴിച്ചു നോക്കാം. ഇവിടെ ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ടുള്ള കോംബോ PCB ആണ്. അതായത് മദർ ബോർഡും പവർ സപ്ലൈ ഒരുമിച്ച് വരുന്ന കോംബോ PCB ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേക്ക് ടീക്കോൺ ബോർഡും ഈ ഒരു മദർ ബോർഡിൽ ഇൻബിൽറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒട്ടുമിക്ക ഇപ്പോൾ വരുന്ന എല്ലാ ടി വികളിലെയും നമ്മൾ സ്ഥിരമായിട്ട് ഡിസ്പ്ലേ കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ടും കാണുന്ന ടി വികൾക്കൊക്കെ ഇത്തരത്തിൽ ടീക്കോൺ ബോർഡ് ഇൻബിൽറ്റ് ആയിട്ടാണ് മദർ ബോർഡിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആയിട്ട് വേറെ ഡിസ്പ്ലേ ഇടാനോ പറ്റില്ല. ആ സെയിം ഡിസ്പ്ലേയോ അല്ലെങ്കിൽ ചില മോഡൽസിൽ നമുക്ക് വേറെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ ഓപ്ഷൻ ബോർഡിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ടുള്ള ഇനോലെക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു 6+6 കോഫ് വരുന്ന ഒരു 4K ഡിസ്പ്ലേ ആണ്. അങ്ങനെ മോശമൊന്നും പറയാനുള്ള ഡിസ്പ്ലേ അല്ല, അത്യാവശ്യം ഓടുന്നൊരു ഡിസ്പ്ലേ തന്നെയാണ്, ഒരു ആവറേജ് ക്വാളിറ്റി ഉള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ്. ഇപ്പോൾ LG പോലെ അല്ലെങ്കിൽ IPS ഡിസ്പ്ലേ പോലെ അല്ലെങ്കിൽ A+ ഗ്രേഡ് ഡിസ്പ്ലേ ആയിട്ടുള്ള BOE പോലെ അത്ര ലൈഫും ഒരു പിക്ചർ ക്വാളിറ്റി ഇല്ലെങ്കിൽ പോലും ഒരു ഡീസൻറ്റ് ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. എന്നോട് കുറേ പേര് ചോദിക്കുന്നതാണ് ടി വി എടുക്കുമ്പോൾ TCL എങ്ങനെയുണ്ട്, TCLൻ്റെ സർവീസ് എങ്ങനെയുണ്ട്, അതുപോലെ കംപ്ലയിൻറ്റ്സ് കൂടുതലാണോ എന്നൊക്കെ ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് പണ്ടത്തെ, അതായത് ഏത് ബ്രാൻഡ് എടുത്താലും പണ്ടത്തെ അവർ ഇറക്കുന്ന, അതായത് ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്ന ടൈമിലുള്ള മോഡൽസിൻ്റെ ക്വാളിറ്റി ഒന്നും പിന്നീട് ഉണ്ടാവാറില്ല. അതിപ്പോൾ ഈവൻ സാംസങ് ആണെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബ്രാൻഡഡ് ടി വികളിൽ കംപ്ലയിൻറ്റ് വരുന്നത് സാംസങ് ആണ്. അപ്പോൾ അതുപോലെ സോണിയും കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു ബ്രാൻഡും മോശമല്ല. അപ്പോൾ ഒരു ബ്രാൻഡിന് മാത്രം അങ്ങനെ നല്ലത് അല്ലെങ്കിൽ മോശമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എല്ലാ ബ്രാൻഡിലും നല്ലതും അതുപോലെ അധികം ലാസ്റ്റ് ചെയ്യാത്ത മോഡലുകളും ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഇന്ന മോഡൽ എടുക്കാം അല്ലെങ്കിൽ ഏതൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടാവും എന്നുള്ളതല്ല. അത് എനിക്കും കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം ഓരോ മോഡൽ വരുന്നത് ഏതാ ഡിസ്പ്ലേ ആണെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ഇത്രയും എൻ്റെ ഒരു സർവീസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്ന കാര്യം, ചില കോമൺ ആയിട്ടുള്ള മോഡലുകൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതായത് കോമൺ സൈസുകളല്ലാത്തത്, അതുപോലെ നമ്മൾ അധികം ഈ ഒരുപാട് ചീപ്പായിട്ടുള്ള മോഡലുകൾ, അതുപോലെ ബോഡി ക്വാളിറ്റി അത് ഫുൾ പ്ലാസ്റ്റിക് വരുന്ന ടി വികളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതിപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് ഈ പ്ലാസ്റ്റിക് ബോഡി വരുന്ന എല്ലാ ടി വികളും മോശമാണെന്നല്ല, കാരണം നേരത്തെ ഒരു 10-12 വർഷം മുമ്പുള്ള വീഡിയോകോൺ, ഫിലിപ്സ് ഇറങ്ങിയിരിക്കുന്ന ടി വികളെല്ലാം പ്ലാസ്റ്റിക് ബോഡിയുള്ള കൂടുതലും ടി വികളും വന്നിരുന്നത്. പക്ഷേ അതിനകത്ത് ഉപയോഗിച്ചിരുന്ന ഡിസ്പ്ലേയും LED ബാക്ക് ലൈറ്റൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതായതുകൊണ്ടും അത് കുറേ നാളും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്നത് ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോഴത്തെ വാങ്ങുമ്പോൾ മിനിമം ഒരു മെറ്റൽ ബോഡിയുള്ള ടി വി എങ്കിലും വാങ്ങാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഒരുപാട് ചീപ്പായിട്ടുള്ളതും വാങ്ങാതിരിക്കുക. അപ്പോൾ അതിൻ്റെ റേറ്റ് കുറയുന്നവരും അവരത് യൂസ് ചെയ്തിരിക്കുന്ന ഡിസ്പ്ലേ ആണെങ്കിൽ ബോർഡാണെങ്കിലും അതിലും ക്വാളിറ്റിയിൽ അവർ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാകും. കാരണം ആ ഒരു വിലയ്ക്ക് അവർക്ക് കൊടുക്കണമെങ്കിൽ അതിൽ കോംപ്രമൈസ് ചെയ്യുന്ന മസ്റ്റായിട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കണം. പിന്നെ നിങ്ങളൊരു ടി വി വാങ്ങുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുമ്പ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ വീഡിയോ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ഒരിക്കൽ കൂടി പറയാം. നമ്മൾ ഏതൊരു ബ്രാൻഡാണെങ്കിലും പെട്ടെന്ന് ഓടിപ്പോയി വാങ്ങാതിരിക്കുക. പുതിയ ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഓടിപ്പോയി വാങ്ങാതിരിക്കുക. ഒരു 2 വർഷമെങ്കിലും വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 1 ഇയർ എങ്കിലും വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ സർവീസും അതിൻ്റെ ഒരു റിവ്യൂ ഒക്കെ നോക്കിയിട്ട് മാത്രം വാങ്ങിക്കുക. അത് ഈവൻ ഏത് ബ്രാൻഡാണെങ്കിലും അതുപോലെ തന്നെ ചെയ്യണം എന്നാണ് കുറച്ചുകൂടി നല്ലത്.
അപ്പോൾ ഇവിടെ ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ടുള്ളത് മെറ്റൽ ബോഡിയാണ്. അപ്പോൾ ഈ ഒരു 3 ഇയർ നമുക്ക് ഇതിൻ്റെ LED ലൈഫ് കിട്ടിയിട്ടുണ്ട്. ശേഷം ആണ് ഈ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളതിൻ്റെ അഴിച്ച സമയത്തിനകത്ത് ഒറ്റ LED സ്ട്രിപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് 21 LED ഉള്ള സിംഗിൾ സ്ട്രിപ്പാണ് ഈ ഒരു മോഡലിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോഡി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു LED ആ ലൈറ്റ് യൂണിഫോം ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് സെൻറ്റർ ഭാഗം കുറച്ച് ബൾക്കി ആയിട്ടും ബാക്കി എൻഡിലോട്ട് വരുമ്പോൾ കുറച്ച് നാരോ ആയിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ തോംസൺ അതുപോലെ കൊഡാക്ക് അങ്ങനെ പ്ലാസ്റ്റിക് ബോഡി വരുന്ന കൂടുതൽ TV-കളിലാണ് നമ്മളൊരു 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം ആകുമ്പോൾ ഈ LED ബാക്കിൽ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഈ ഒരു മാക്സിമം മെറ്റൽ ബോഡിയുള്ള TV-കളെ പർച്ചേസ് ചെയ്യാൻ പറയാനുള്ള റീസൺ. അതുപോലെ TV വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും കോമൺ മോഡൽ സൈസുകൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഈ അവോയ്ഡ് ചെയ്യേണ്ട മോഡലുകൾ 42 ഇഞ്ച് അതുപോലെ 50 ഇഞ്ച്. 50 ഇഞ്ച് പൊതുവേ കംപ്ലയിൻറ്റ്സ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സർവീസും പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ TV വാങ്ങിക്കുക. കാരണം നമ്മളത് വാറണ്ടി ഉള്ള, ഇപ്പോൾ ചില മോഡലുകൾ 4 വർഷമൊക്കെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 വർഷം വാറണ്ടി ഉള്ളതുകൊണ്ട് കാര്യമില്ല, നമുക്ക് സർവീസ് പ്രോപ്പറായിട്ട് കിട്ടുന്ന ഉറപ്പാക്കിയതിന് ശേഷം മാത്രം TV വാങ്ങിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ചെക്ക് ചെയ്ത സമയത്ത് ഏറ്റവും റൈറ്റ് സൈഡിൽ വരുന്ന ഏറ്റവും അറ്റത്തെ LED ആണ് പോയിട്ടുള്ളത്, ബാക്കിയൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ആ എൻ്റയർ ഫുള്ളായിട്ടുള്ള സ്ട്രിപ്പ് തന്നെ കംപ്ലീറ്റ്ലി മാറുകയാണ്. ചില മോഡലുകൾ LED 3 സ്ട്രിപ്പായിട്ട് വരാം, ചില 4 വരാറുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ മോഡലിൽ വരുന്നത് ഈ സ്ക്വയർ ഡൂമാണ്, അതായത് സ്ക്വയർ ആയിട്ടുള്ള LED ലൈറ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ ചില മോഡലിൽ ഈ കർവായിട്ട് കോൺവെക്സ് പോലുള്ള പുറത്തോട്ട് ബൾജ് ചെയ്ത് നിൽക്കുന്ന LED കൂടുതലും കാണാറുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള LED യൂസ് ചെയ്യുന്ന TV-കളിലാണ് ഈ കുറച്ച് ബൾക്കി ആയിരിക്കും. വളരെ തിന്നായിട്ട് വരുന്ന മോഡൽസാണ് ഇത്തരത്തിൽ സ്ക്വയർ ഡൂമാണ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനകത്തുള്ള LED റിമൂവ് ചെയ്തിട്ട് പുതുതായിട്ടുള്ള LED ആണ് ഇപ്പോൾ നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം TCL എടുക്കുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ TCLൻ്റെ മോഡലുകൾ അഫോർഡബിൾ റേറ്റിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര നാളും യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചില ആളുകൾക്ക് നിങ്ങൾ ഡൗട്ട് ഉണ്ടാവും വീഡിയോ കാണുന്നവർക്ക്. അപ്പോൾ അത്തരത്തിലൂടെ എനിക്ക് പറയാനുള്ള കാര്യം, TV-കൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ബെറ്റർ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. ഇപ്പോൾ ചില റേറ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചില മോഡലിൻ്റെ ഡിസ്പ്ലേകൾ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഓൺലൈനിൽ വാങ്ങിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ പറഞ്ഞിരിക്കണം അതേ ഡിസ്പ്ലേ തന്നെ ആയിരിക്കണമെന്നില്ല അതിനകത്ത് ഉണ്ടായിരിക്കുക. അപ്പോൾ പല ബ്രാൻഡുകളും അങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് അവർ കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ A+ ഗ്രേഡ് ഡിസ്പ്ലേ എന്നായിരിക്കും, പക്ഷേ നമ്മൾ അത് കിട്ടിക്കഴിഞ്ഞ് സർവീസിനൊക്കെ വരുന്ന ടൈമിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നോർമൽ ഡിസ്പ്ലേ ആണ്. അതായത് കംപ്ലയിൻസ് കൂടുതലുള്ള VA പാനലുകളാണ് കൂടുതലും കാണാറുള്ളതൊക്കെ നമ്മൾ ചില മോഡൽസിൽ കണ്ടിട്ടുണ്ട്. ബ്രാൻഡിൻ്റെ പേരെടുത്ത് പറയുന്നില്ല, കുറേ മോഡൽ അങ്ങനെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാറുണ്ട് ഓൺലൈനിൽ. അപ്പോൾ ഷോപ്പിൽ നിന്നാണ് നമ്മളത് എടുക്കുന്നതെങ്കിൽ നമുക്കത് ചോദിച്ച് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ അത് ഏത് ബ്രാൻഡാണെങ്കിലും, ഈവൻ MI അതുപോലെ VU ആണെങ്കിൽ പോലും നമുക്കത് അതിന് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റും. എങ്ങനെയാണ് നല്ല ഡിസ്പ്ലേ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നൊക്കെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹാർഡ് പാനുള്ള ഡിസ്പ്ലേകളാണ് കുറച്ചുകൂടെ നല്ല ലൈഫും അതുപോലെ പിക്ചറും ഉണ്ടായിരിക്കുക എന്നാണ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ LGയുടെ IPS മോഡൽ വരുന്ന ഡിസ്പ്ലേകളും ഉണ്ട്, പല മോഡൽസിലും ഉപയോഗിക്കാൻ. VU അതുപോലെ MIയിലൊക്കെ പല മോഡലിലും വരുന്നുണ്ട് അത്. അപ്പോൾ ഷോപ്പിൽ നിന്നാണെങ്കിൽ നമുക്കത് ഒരു ഡബിൾ ചെക്ക് ചെയ്തിട്ട് വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കതിൻ്റെ മെറ്റലാണോ ബോഡിയാണെന്നൊക്കെ ഒന്ന് അറിയാൻ പറ്റും. തോംസൺ കൊഡാക്ക് പറഞ്ഞ TV-കളാണ് കൂടുതലും നമ്മൾ മെറ്റൽ ബോഡി കണ്ടിട്ടുള്ളത്, കാരണം വില കുറവായതുകൊണ്ടാണ്. അപ്പോൾ അതിനകത്തുള്ള ഈ പറഞ്ഞ പോലെ ഒട്ടുമിക്ക കമ്പോണൻസുകളും കൂടുതലും ഓവർ ഹീറ്റായിട്ടൊക്കെ ഈ LED-കളൊക്കെ പെട്ടെന്ന് പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ മോഡലും അങ്ങനെയാണെന്ന് പറയുന്നില്ല, ചില TV-കൾ നല്ലതുമുണ്ട്. അപ്പോൾ നമുക്കൊരു ബ്ലൈൻഡായിട്ട് ഇന്ന മോഡൽ നല്ലതാണ് അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡിൻ്റെ ഇത്ര സാധനങ്ങൾ നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിലൊരു ആവറേജ് TCLൻ്റെ നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുത്തുന്നു വെച്ചാൽ ഒരു ആവറേജ് TV എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്തിട്ട് TCL എടുക്കരുത്. അതുപോലെ സർവീസും പൊതുവേ അധികം അങ്ങനെ ലിമിറ്റഡ് ആണെന്നാണ് പൊതുവേ ഒരു അറിവ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷത്തേക്കാണ് നോക്കുന്നതെങ്കിൽ ഒരു നല്ലൊരു ഓപ്ഷനാണ്. അതിൽ കൂടുതൽ ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ മറ്റ് ബ്രാൻഡിലോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഒരു മിഡ് റേഞ്ച് TV ആയിട്ടാണ് നോക്കണമെങ്കിൽ Xiaomi VU ഒക്കെ നല്ല ഓപ്ഷനാണ്. പിന്നെ അതിൽ കൂടെ ബ്രാൻഡഡ് ആണ് നോക്കുന്നെങ്കിൽ LG അതുപോലെ സാംസങ്ങും ചില മോഡലുകൾ കംപ്ലയിൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഡിസ്പ്ലേ ഏതാണെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം വാങ്ങിക്കാൻ. കാരണം ഡിസ്പ്ലേ ആണ് ഒരു TV-യുടെ ഏറ്റവും വില കൂടിയ അല്ലെങ്കിൽ മെയിൻ പാർട്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ലതാണെങ്കിൽ കുറച്ചുകൂടെ TV ലൈഫ് കൂടുതൽ നമുക്ക് കിട്ടും. അപ്പോൾ ഏതൊരു ബ്രാൻഡിൻ്റെ സർവീസ് നല്ലതാണെന്ന് ചെക്ക് ചെയ്യാൻ എങ്ങനെയെന്ന് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അറിയാത്തവർക്ക് കൊണ്ടുവന്ന് പറയാം. അപ്പോൾ നമ്മൾ ഏത് TV ആണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ടോൾ ഫ്രീ നമ്പറോ അല്ലെങ്കിൽ അതിൻ്റെ സർവീസ് നമ്പറൊക്കെ ഒന്ന് വിളിച്ചിട്ട് ജസ്റ്റ് ഒരു സർവീസ് റിക്വസ്റ്റ് വെറുതെ നിങ്ങൾ സംസാരിച്ച് നോക്കുക. അങ്ങനെ അത് റെസ്പോൺസീവായിട്ട് ഉണ്ട്, സർവീസ് സെൻ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. അപ്പോൾ അതൊന്ന് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ LED മാറിയിട്ടുണ്ട്. അപ്പോൾ LED മാറുന്ന ടൈമിൽ അതിൻ്റെ അകത്തുള്ള ആ ഒരു ഡിഫ്യൂഷൻ ഷീറ്റിൽ നന്നായിട്ട് കാർബൺ ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ LED റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു LVDS കേബിൾ, അതായത് FFC കേബിളൂടെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അത് ഇറേസർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. TCLൻ്റെ LED ബാക്ക് ലൈറ്റൊക്കെ നമുക്ക് ഒരുവിധമൊക്കെ എല്ലാ മോഡൽസിനും അവൈലബിൾ ആണ്. പക്ഷേ ചില മദർ ബോർഡുകളൊക്കെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് പൊതുവേ തോന്നിയിട്ടുള്ളത്.
അതുപോലെ ഡിസ്പ്ലേ കംപ്ലൈൻ്റായി വന്നാലും ഇപ്പോൾ ഇത്തരത്തിൽ ഇൻബിൽട്ടായിട്ട് വരുന്ന ടീക്കോൺ ബോർഡുള്ള മദർ ബോർഡുകളാണെങ്കിൽ നമുക്ക് വേറെ ഡിസ്പ്ലേ ഇടാൻ പറ്റില്ല. ആ സെയിം ഡിസ്പ്ലേ അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമുക്കത് മാറാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടി വി വെറുതെ യൂസ് ഇല്ലാതെ നമുക്കത് വെറുതെ കളയേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ടി വികളും ഇപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ടി വി എടുക്കുന്ന ടൈമിൽ അറിയാൻ പറ്റില്ല. LG, സാംസങ്, ഷവോമി അതുപോലെ VU എന്ന് പറയുന്ന ഒട്ടുമിക്ക ബ്രാൻഡിലും ഇങ്ങനെ നമുക്ക് വേറെ ഡിസ്പ്ലേകൾ മാറിയിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഷവോമിയിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ട്, VUവിന് ചില മോഡൽസിനുണ്ട്. പക്ഷേ ഒട്ടുമിക്ക ഇനി എല്ലാ ടി വികളിലും ഇത്തരത്തിൽ ടീക്കോൺ ബോർഡ് ഇല്ലാത്തതായിരിക്കും വരാൻ കൂടുതലും സാധ്യത. അപ്പോൾ നമ്മളൊരു ടി വി വാങ്ങുന്ന ടൈമിൽ ഫസ്റ്റ് പ്രൈമറി ആയിട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം ലോങ് ലൈഫ് എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ വാങ്ങുന്ന ടൈമിലാണ് അതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. വാങ്ങിയതിന് ശേഷം നമുക്കത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ വാങ്ങുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ പറ്റുമെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ടൈമിൽ തന്നെ അവരെ കമ്പനി വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് തന്നെ എടുക്കുക. അതായത് തേർഡ് പാർട്ടി വാറണ്ടി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിലേയും അതുപോലെ അത് ചിലതൊക്കെ ഭയങ്കര ഒരുപാട് ടൈം എടുത്തിട്ട് സർവീസൊക്കെ പ്രോപ്പറായിട്ട് കിട്ടാതൊക്കെ വരാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏത് ബ്രാൻഡാണെങ്കിലും അതിൻ്റെ കമ്പനി തരുന്ന സർവീസ് തന്നെ മാക്സിമം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ അതിൻ്റെ ആ ഒരു ബോട്ടം സൈഡിൽ വരുന്ന സ്പീക്കറിൻ്റെ ആ ഒരു ഗ്രില്ലും അതുപോലെ ആ ബാക്ക് കവറൂടെ ഇവിടെ തിരിച്ച് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്യാണ്. അതിനുശേഷം ടി വി ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേ ഒക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ടി വി ഡിസ്പ്ലേ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ സ്പ്രേ ചെയ്തിട്ട്, അതായത് ടി വി വെക്കുന്ന പൊസിഷനിൽ സ്പ്രേ ചെയ്തിട്ട് ഒരിക്കലും ക്ലീൻ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ ലൈൻസൊക്കെ വീഴാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ഡിസ്പ്ലേ ഒക്കെ മാറുന്ന ടൈമിൽ ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോർഡൊക്കെ കംപ്ലയിൻറ്റ് റിപ്പയർ ചെയ്തിട്ടുണ്ട്, വേറെ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻ്റ് ആയിട്ട് വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം അത്രയും ടി വിയിൽ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മളത് ഓൺ ആക്കുന്ന ടൈമിൽ അതിൻ്റെ ലോഗോയൊക്കെ വന്നിട്ടുണ്ട്, ഇഫാൽക്ക് എന്നുള്ള ലോഗോയും അത് ബൂട്ടിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു LED പ്രശ്നം നമ്മളിവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കംപ്ലയിൻറ്റുകളൊക്കെ ഉണ്ട്, കൊച്ചിയിലാണ് നിങ്ങളെ പ്ലേസ് എങ്കിൽ നിങ്ങൾക്ക് ഈ നമ്മുടെ സർവീസ് സെൻ്ററായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മളെല്ലാ ബ്രാൻഡിൻ്റെ സർവീസും ചെയ്യുന്നതാണ്. ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിൽ കടവന്ത്രയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും സർവീസ് റിലേറ്റഡുള്ള ഇഷ്യൂയോ അല്ലെങ്കിൽ ടി വി എടുക്കുന്നതായിട്ടുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ മെസ്സേജ് അയച്ചിട്ടോ അല്ലെങ്കിൽ കോൾ ചെയ്തിട്ടോ ചോദിക്കാം. അപ്പോൾ ഇപ്പോൾ ടി വി എടുക്കുന്ന ഒരാൾ എന്നെ വിളിക്കുകയാണെങ്കിൽ ഏത് ടി വി എടുക്കുന്ന എനിക്കൊരു സജഷൻസ് മാത്രമേ കൊടുക്കാൻ പറ്റില്ല. ഇന്നൊരു ബ്രാൻഡ് നല്ലതാണ് അല്ലെങ്കിൽ ഇന്നൊരു മോഡൽ നല്ലതാണ് സ്പെസിഫിക് ആയിട്ട് എനിക്ക് നമ്മൾ അഴിച്ചിരിക്കുന്ന മോഡലാണെങ്കിൽ പറയാൻ പറ്റും. അല്ലാതെ പുതിയൊരു ബ്രാൻഡിനെ കുറിച്ച് നമുക്കൊരു അത്രയും കൺഫർമേഷൻ പറയാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് എനിക്ക് അത് ജനറലൈസ് ചെയ്തിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വിളിക്കുന്നവരാണെങ്കിൽ ആ കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് ആ ബ്രാൻഡ് അല്ല ആ മോഡൽ നല്ലതാവണമെന്ന് ഒരിക്കലും എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ചില ബാച്ചുകളിൽ അവർ ഡിസ്പ്ലേ നെക്സ്റ്റ് മോഡൽ ഇറക്കുമ്പോൾ അത് മാറ്റാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. അപ്പോൾ എന്തെങ്കിലും ടി വി റിലേറ്റഡുള്ള ഇഷ്യൂ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ മെസ്സേജ് അയക്കാം. പിന്നെ അതുപോലെ കംപ്ലയിൻസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോയോ കൂടെ ഷെയർ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക. കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടും, എന്താണ് കംപ്ലയിൻറ്റ്, എന്താ ചെയ്യാൻ പറ്റുക, സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അതുപോലെ അതിൻ്റെ മോഡൽ നമ്പറും മസ്റ്റായിട്ട് അയക്കണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അയക്കുകയാണെങ്കിൽ നമുക്ക് ഈ നമ്പറിൽ വാട്സപ്പിലാണ് നിങ്ങൾക്ക് അയച്ചു കഴിഞ്ഞാൽ അതിനൊരു അഡ്വൈസ് തരാൻ പറ്റും. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിൽ കടവന്ത്രയാണ്. നമ്മൾ കൊച്ചിയിൽ എല്ലായിടത്തും നമ്മൾ സർവീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പിക്കപ്പ് അതുപോലെ ഡെലിവറി ഒക്കെ ഓപ്ഷൻ ഉള്ളതാണ്. അപ്പോൾ എറണാകുളത്ത് എവിടെയാണെങ്കിലും നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസിനായിട്ട് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലൊന്നും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് എല്ലാ കംപ്ലയിൻറ്റുകളും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചില കംപ്ലയിൻറ്റുകൾ എന്തായാലും നമുക്ക് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഡിസ്പ്ലേ റിപ്പയർ അതുപോലെ ഇത്തരത്തിൽ LED മാറുന്നതൊക്കെ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള മെത്തേഡ് ഇവിടെ കൊണ്ടുവന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നമ്മൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അത്തരം കംപ്ലയിൻറ്റുകളാണെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് ഇവിടെ ആ ടി വിയിൽ ഒരു പിക്ചർ കൊടുത്തിട്ട് അതിൻ്റെ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് എങ്ങനെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞു ഒരു ബെസ്റ്റ് ഡിസ്പ്ലേ ഒന്നും പറയാൻ പറ്റില്ല, ഒരു ആവറേജ് ഡിസ്പ്ലേ എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇനോലക്സിൻ്റെ മുമ്പുണ്ടായിരുന്നത് അതിൽ ഫുൾ HD അല്ലെങ്കിൽ HD ഡിസ്പ്ലേ ഒക്കെ വളരെ നല്ല ഡിസ്പ്ലേകളാണ്. ഈ 4K വരുമ്പോൾ ഈ പണ്ടുണ്ടായിരുന്ന ആ ഡിസ്പ്ലേകൾ തന്നെ ഇപ്പോൾ AEO അതുപോലെ ഇനോലക്സ് അത്തരം ബ്രാൻഡുകളൊക്കെ 4K വരുമ്പോൾ കമ്പയർ ടു LG അല്ലെങ്കിൽ BOE ഡിസ്പ്ലേനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ലൈഫ് കുറവാണ്. അപ്പോൾ എല്ലാ ഡിസ്പ്ലേന്നും അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ എല്ലാം നല്ലതാണെന്നും അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡെല്ലാം മോശമാണെന്നല്ല. ഓരോ ടൈപ്പ് ടി വിക്കും അല്ലെങ്കിൽ ഓരോ പ്രൈസ് റേഞ്ചിലും വരുന്ന ഡിസ്പ്ലേകൾക്കും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റിയിലും അതുപോലെ ലൈഫിലും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുന്നതിൻ്റെ കളറൊക്കെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള കളറാണ്. ആ ഡാർക്കായിട്ടുള്ള റെഡൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ ചില പിക്ചറില്ലാത്ത പോർഷനിൽ ബ്ലാക്ക് ആയിട്ട് തന്നെ കാണിക്കും. അപ്പോൾ BOE ഡിസ്പ്ലേയിലും അതുപോലെ LGയുടെ IPSലും നമുക്ക് ഇങ്ങനെ വിരലുകൊണ്ട് ടാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ കളറൊന്നും ചേഞ്ച് ആവില്ല. പക്ഷേ ഈ VA പാനലിലോട്ട് വരുമ്പോൾ ഇത്തരത്തിൽ വരുന്ന VA പാനൽ വരുമ്പോൾ അത് നമ്മൾ വിരലുകൊണ്ട് ടാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ കളർ ചേഞ്ച് ആവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടി വി എടുക്കുമ്പോൾ അത് നല്ല ഡിസ്പ്ലേ ആണോ സെലക്ട് ചെയ്തിട്ട് വാങ്ങാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ടി വി എടുക്കുന്ന ടൈമിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഷോപ്പിൽ പോയി എടുക്കുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും അവിടെ നിന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം ഒരു ആവറേജ് ഡീസൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ പിക്ചർ ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്.
ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എന്തെങ്കിലും സർവീസ് റിലേറ്റഡ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.